പോകൂ, പോകൂ. ഇനി നിനക്ക് മഹാ അമൃതജലം ലഭിക്കുന്നതാണ് രാക്ഷസ റാണി. അതിനുശേഷം നമ്മുടെ സാമ്രാജ്യം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. സന്തോഷമായില്ലേ രാക്ഷസ റാണി? നമ്മൾ ഈ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും ശക്തിശാലികളായി മാറുന്നതാണ്. മഹാരാജൻ അങ്ങ് മുൻപോട്ട് പോകരുത്. ആദിദേവന്റെ ക്ഷേത്ര കവാടം അങ്ങ് തുറക്കരുത് മഹാരാജൻ, അരുത്. നിൽക്കൂ മഹാരാജൻ, അങ്ങ് ചെയ്യുന്ന അനീതിയാണ്. അങ്ങയുടെ പൂർവികരോട് അനീതി കാട്ടുകയാണ്. ഇക്കാര്യം ഒന്ന് ഓർത്തു വെച്ചോളൂ മഹാരാജൻ. അങ്ങ് രൂപനഗരത്തെ ഇപ്രകാരം ആപത്തിൽ അകപ്പെടുത്താൻ പാടില്ല മഹാരാജൻ. ഒരിക്കലും അരുത്, അരുത്. മഹാരാജൻ വിക്രമദേവ, ഈ കവാടം തുറക്കാതെ തിരികെ വരാൻ പറ്റില്ല. നിനക്ക് തിരികെ വരാൻ പാടില്ല. ഈ കവാടം തുറക്കുന്നതല്ലാതെ നിന്റെ പക്കൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അരുത് മഹാരാജൻ, അരുത്, വേണ്ട. അരുത് മഹാരാജൻ, അരുത്, വേണ്ട. മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല വിക്രമദേവ. ഇന്നീ കവാടം നീ തുറന്നേ മതിയാകൂ. തുറക്കൂ. നാം നിന്നോട് പറഞ്ഞിരുന്നില്ലേ ജോഡില, നിനക്ക് ആ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന്. ആ പ്രവേശന കവാടം ഒരിക്കലും തുറക്കാൻ പോകുന്നില്ല, ഒരിക്കലും തുറക്കാൻ പോകുന്നില്ല. എന്താണ് തുറക്കാത്തത്? പറയൂ, എന്താണ് തുറക്കാത്തത്? കാരണം അതിനുള്ള അധികാരം നാം നമ്മുടെ അനന്തരാവകാശിക്ക് നൽകി കഴിഞ്ഞു. നമ്മുടെ അടുത്ത അനന്തരാവകാശിക്ക്. രൂപനഗരത്തിന്റെ രക്ഷാകവചം ഇനി ആ അവകാശിയുടെ പക്കലാണുള്ളത്. പിതാശ്രീ നോക്കൂ, നമ്മുടെ പുഷ്പം വിടർന്നിരിക്കുന്നു. എത്ര മനോഹരമായിട്ടുണ്ട്, അത് നോക്കൂ. അഥവാ ഒരു അല്പം സമയം കൂടി ലഭിച്ചിരുന്നെങ്കിൽ ആ 2 പുഷ്പം കൂടി ഒരുമിച്ച് വരികയുമായിരുന്നു. നിനക്കറിയാമോ പുത്രി, നാം ഒരു പുഷ്പം കരുതി വെച്ചിരുന്നു. ആ പുഷ്പം നിന്റെ പിതാവിനെ പോലെ വൃദ്ധനായി കഴിഞ്ഞു. അങ്ങ് എന്താണ് ഈ പറയുന്നത് പിതാശ്രീ? നമ്മുടെ പിതാശ്രീ വൃദ്ധനായെന്ന് ആരാണ് പറയുന്നത്? നമ്മുടെ പിതാശ്രീ ഇനിയും വളരെയേറെ കാലം രൂപനഗരത്തിലെ രാജാവായി തുടരും.
ഇല്ല പുത്രി, ഇപ്പോൾ നമുക്ക് രാജഭരണം നടത്തുന്നത് ഉചിതമായി തോന്നുന്നില്ല. ഇപ്പോൾ മനസ്സ് പറയുന്നത് നിന്നോടൊപ്പം സമയം ചെലവഴിക്കാനാണ്. ഇല്ലില്ല പിതാശ്രീ, അതല്പം പോലും ശരിയല്ല. നമ്മോടൊപ്പം ഇപ്രകാരം സമയം വ്യർത്ഥമാക്കുന്നത് അങ്ങേ സംബന്ധിച്ച് ഒട്ടും ഉചിതമായിരിക്കില്ല. നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണെന്ന് പറയട്ടെ. നമ്മുടെ പുത്രിയോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ് നമുക്ക് ഏറ്റവും മൂല്യമായിട്ടുള്ളത്. നാളെ നിന്റെ വിവാഹം നടക്കുകയും നീ നമ്മിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഓർമ്മകൾ മാത്രമായിരിക്കും നമുക്ക് ബാക്കിയുണ്ടാവുക. പിന്നെ ഇതേ ഓർമ്മകളുടെ ആശ്രയത്താലായിരിക്കും നമുക്ക് ജീവിക്കേണ്ടി വരിക. പിതാശ്രീ, പിതാശ്രീ, നാം അങ്ങേ വിട്ട് ഒരിക്കലും പോകില്ല. നാം അങ്ങേ വിട്ട് എവിടേക്കും പോകില്ല. എവിടേക്കും പോകില്ല പിതാശ്രീ, എവിടേക്കും പോകില്ല, എവിടേക്കും പോകില്ലെന്നോ. പിതാശ്രീ, നാം ഇത് എവിടെയാണ്?